കെ സുരേന്ദ്രന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയം അടിയറ വയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാവില്ല. കെ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമാണെന്നും അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേയില്ല. ഇന്നലെ ബി.ജെ.പിയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു, ദേശീയ അടിസ്ഥാനത്തിലുള്ള ആർ.എസ്.എസിന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ മനസ്സിലാക്കാനാണ് പറയുന്നത്. 3,80,00,000 പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കുട്ടികൾ കൊടുത്തു. ഗോഡ്സെയും ഹെഡ്ഗേവാറും അടക്കം PM ശ്രീയിലൂടെ കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരുമെന്നായിരുന്നു ഇന്നലെ കെ സുരേന്ദ്രൻ പറഞ്ഞത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തില്ല. ഞങ്ങളൊരു നയം ഒരു അടവ് നയം, പൈസ ഇങ്ങ് വാങ്ങിയെടുക്കാം. പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും. നിങ്ങൾ VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. PV അരുൺ വിവരങ്ങളുമായി. അരുൺ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ട് ഈ കരിക്കുലം അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു തരത്തിലും മാറ്റം ഉണ്ടാവില്ല എന്ന് വി ശിവൻകുട്ടി ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഒരു വിജയശ്രീ ഭാഗത്തോടെ കെ സുരേന്ദ്രൻ പറയുന്നത് ഹെഡ്ഗേവാറും സവർക്കറെ കുറിച്ചുമൊക്കെ ഇനി ഇവിടെ പഠിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നത്. അതിനെ എല്ലാ രീതിയിലും എതിർക്കുന്നുണ്ട് സംസ്ഥാനം. വി ശിവൻകുട്ടി ഇന്നിപ്പോൾ അദ്ദേഹം ഇന്നലത്തെ കുറിപ്പിന് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി വരികയാണല്ലോ. ശ്രീജ, വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും നാൾ കേരളം അകറ്റി നിർത്തിയിരുന്ന കാര്യങ്ങൾ കൂടി, ആ പ്രത്യയശാസ്ത്രങ്ങൾ കൂടി കേരളത്തിൽ പഠിപ്പിക്കും. അതിനാണ് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചതിലൂടെ വഴി തുറക്കുന്നതെന്ന ആശങ്കയാണ് പൊതുവിൽ ഇടതുപക്ഷത്തുള്ളവർ കൂടി, CPI അടക്കമുള്ള കക്ഷികൾ കൂടി ഉന്നയിക്കുന്നത്. അത് ആശങ്ക ശരിവയ്ക്കുന്ന ഒരു ആരോപണമാണ് ഇന്നലെ, നിലപാട് പ്രഖ്യാപനമാണ് ഇന്നലെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയത്. എന്നാൽ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം മാത്രമാണ്, ഒരു കാരണവശാലും അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കില്ല. ഇതിനകം തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കൂടി, പാഠപുസ്തകങ്ങൾ കൂടി സംസ്ഥാനത്ത് അച്ചടിച്ചു കഴിഞ്ഞു. അത്തരം ഒരു പ്രത്യയശാസ്ത്രവും സംസ്ഥാനത്ത് പഠിപ്പിക്കാൻ പോകുന്നില്ല. എന്താണോ കേരളം പിന്തുടർന്ന് വന്ന രീതി അതുതന്നെ ഇവിടെ തുടരും. ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചതുകൊണ്ട് ഒരു കാരണവശാലും കരിക്കുലത്തിൽ അത് മാറ്റമുണ്ടാക്കില്ല. കരിക്കുലം തീരുമാനിക്കാനുള്ള അവകാശം ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം തന്നെ സംസ്ഥാനങ്ങൾക്കാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ, കേന്ദ്രം നിർദ്ദേശിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്നൊരു ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഘട്ടത്തിലും നൽകുന്നത്. 1,700 കോടിയോളം രൂപ ആ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാനം ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ ചേർന്നത്, ഒപ്പിട്ടത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ തിരികെ കയറ്റലുകളും ഉണ്ടാകില്ല, ഇപ്പോഴുള്ളതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും ആവർത്തിക്കുകയാണ്. പക്ഷേ അത് CPIക്ക് അടക്കം ബോധ്യപ്പെട്ടിട്ടില്ല. CPI അടക്കം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദങ്ങളെ ഈ ഘട്ടത്തിലും മുഖവിലേക്ക് എടുക്കുന്നില്ല. അല്പം മുമ്പും മന്ത്രി GR അനിൽ, ശിവൻകുട്ടിയുടെ മന്ത്രിസഭയിലെ ഒപ്പമിരിക്കുന്ന ആൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒപ്പം മന്ത്രിസഭയിൽ പങ്കെടുക്കേണ്ട ആൾ പറഞ്ഞത്, ഇപ്പോഴും നിലപാടിൽ മാറ്റം വന്നിട്ടില്ല, ആശങ്ക തുടരുന്നു, നാളത്തെ എക്സിക്യൂട്ടീവ് നിർണായക തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് തന്നെയാണ്. അവിടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കൃത്യമായി ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്ക് പോകാൻ തന്നെ CPI
ഇപ്പോഴും തയ്യാറെടുക്കുമ്പോൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. RSS പ്രത്യയശാസ്ത്രം, ഹെഡ്ഗേവാറിനെയും നാഥുറാം വിനായക ഗോഡ്സെയൊന്നും പഠിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധിതരാകില്ല എന്നുറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും നൽകുന്നത്. അരുൺ, പക്ഷേ ഈ കരിക്കുലത്തിൽ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായി ഇടപെടാൻ കേന്ദ്രത്തിന് കഴിയുമെന്നതാണല്ലോ പ്രധാനമായും ഈ വിഷയത്തിൽ CPI ഉൾപ്പെടെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പോലെ ഫണ്ട് മാത്രം വാങ്ങും, മറ്റൊന്നും അനുവദിക്കില്ല എന്ന് പറയുന്ന ഈ നിലപാട് എത്രമാത്രം വിലപ്പോകുന്നതാണ്? ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ എത്തുന്ന ഒരു അഭിപ്രായം എന്താണ്? രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ NEP-യിൽ ഈ PMCയിൽ അംഗമാകുമ്പോൾ ആദ്യ ഇത് തന്നെ NEP പൂർണ്ണമായി നടപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. അവിടെ സംസ്ഥാനം അതിനെ പ്രതിരോധിക്കുന്നത് NEP-യിൽ പറയുന്ന പല കാര്യങ്ങളും PMCയുടെ അടിസ്ഥാന, പ്രത്യേകിച്ചും സ്കൂളുകളുടെ ഗുണനിലവാരം, ക്ലാസ്സുകളുടെ ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ ഈ ത്രിഭാഷാ പദ്ധതി അടക്കമുള്ള പഠന മാർഗങ്ങൾ, അതൊക്കെ സംസ്ഥാനം നേരിട്ട് നടപ്പാക്കിയതോ അല്ലെങ്കിൽ വളരെ മുമ്പേ സംസ്ഥാനത്ത് ഇതൊക്കെ നിലവിലുള്ളതോ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം പല കാര്യങ്ങളും നടപ്പാക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകില്ല. മാത്രവുമല്ല, മറ്റു പല സംസ്ഥാനങ്ങളെ പോലെ എല്ലാ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം അത് ഈ NEP നിർദ്ദേശിക്കുന്നതിനും പല മടങ്ങ് മുന്നോട്ട് പോയ ഒരു വിദ്യാഭ്യാസ രീതി, വിദ്യാഭ്യാസ നിലവാരം സംസ്ഥാനത്തിനുണ്ട്. മാത്രവുമല്ല, ഈ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം, സംസ്ഥാനങ്ങൾക്ക് കരിക്കുലം തീരുമാനിക്കാമെന്ന് വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ ഒരു ക്ലോസിൽ ദേശീയ വിദ്യാഭ്യാസ നയവും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NEP നടപ്പാക്കുന്നു, സാങ്കേതികമായി നടപ്പാക്കിയാൽ പോലും ഒരു കാരണവശാലും ഈ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ കരിക്കുലം, കേന്ദ്രം നിർദ്ദേശിക്കുന്ന സംഘപരിവാർ അനുകൂലമായ വിദ്യാഭ്യാസ കരിക്കുലം കേരളത്തിൽ നടപ്പാക്കേണ്ട സാഹചര്യം ഒരുങ്ങില്ല എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. അത് സംബന്ധിച്ച് രണ്ട് അഭിപ്രായം ഇപ്പോഴും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഈ PMCയിലെ ആദ്യത്തെ ക്ലോസ് തന്നെ ഈ NEP പൂർണ്ണമായി നടപ്പാക്കണമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ സംസ്ഥാനത്തിന് മാത്രം മാറി നിൽക്കാനാകുമെന്ന ചോദ്യമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ശരി, BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും പുതിയ പദവി പാർട്ടി തന്ന അംഗീകാരമായാണ് കാണുന്നതെന്നും ചാണ്ടി ഉമ്മൻ. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം അംഗീകാരം കിട്ടാനില്ല. പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പുമില്ലെന്നും താൻ കോൺഗ്രസ് ഗ്രൂപ്പാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ സ്റ്റാൻഡാണ് എനിക്കുള്ളത്. ഒരിടത്തും തിരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത്, പാർട്ടി കഴിഞ്ഞേ എന്തും ഉള്ളൂ. ആ ഒരു നിലപാട് എനിക്കൊന്നും ഉണ്ട്. ഇന്നും അത് തന്നെ. എന്ത് ചെയ്താലും നിങ്ങളെന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. ഞാൻ പറയുക പാർട്ടിയാണ് വലുത്, പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല, ഒരു ഗ്രൂപ്പും ഉണ്ടാവത്തുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ, രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ.